ഈശ്വര നിരീശ്വരവാദവും യുക്തിവാദവും. അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇനി അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ നിരീശ്വരവാദത്തിൻ്റെ ഭാരതത്തിലെ വക്താവായിരുന്നു ചാർവാക് മഹർഷി. അദ്ദേഹം മഹർഷി എന്നാണ് ഭാരതീയർ വിളിച്ചു പോകുന്നത്. നിരീശ്വരവാദത്തിൽ ധാർമ്മികതയ്ക്ക് സ്ഥാനം ഇല്ല എങ്കിലും ഇന്നത്തെ നിരീശ്വരവാദികൾ ധാർമ്മികത പുലർത്തുന്നവരാണ്. പലപ്പോഴും ഈശ്വരവാദികളെക്കാൾ കൂടുതൽ ധാർമ്മികത ഉള്ളവരായി കാണുന്നു. ഇവിടെ പ്രതിപാദിക്കുന്നത് രാഷ്ട്രീയം തൊഴിലാക്കിയ നിരീശ്വരവാദികളെക്കുറിച്ചല്ല. അവർ എല്ലാവിധത്തിലും കപടനാട്യക്കാരാണ്. എല്ലാത്തരം ചൂഷണങ്ങൾക്കും എതിരാണ് നിരീശ്വരവാദികൾ. ജീവിച്ചിരിക്കുമ്പോൾ മൃഷ്ടാന്നമായി ഉണ്ടും ഉറങ്ങിയും ജീവിക്കണം. ഈ ജീവിതത്തിന് അപ്പുറം മറ്റൊരു ജീവിതം ഇല്ല. അതിനാൽ മോഷ്ടിച്ചാലും വേണ്ടില്ല, സുഖമായി ജീവിക്കണം എന്നതായിരുന്നു ചാർവാക സിദ്ധാന്തിച്ചിരുന്നത്. ചാർവാകന്റെ നിരീശ്വരവാദത്തെ ഇന്നത്തെ നിരീശ്വരവാദികൾ അംഗീകരിക്കുന്നില്ല എന്നു സ്പഷ്ടമാണല്ലോ. ദശരഥ മഹാരാജാവിന്റെ മന്ത്രിസഭയിൽ ജാബാലി എന്ന ഒരു മന്ത്രി ഈ സിദ്ധാന്തക്കാരനായിരുന്നു. വിച്ഛിന്നാഭിഷേക വേളയിൽ ജാബാലി ലക്ഷ്മണനെ ഉപദേശിക്കുന്നുണ്ട്. ഈ രാമൻ ഈ ഉപദേശത്തെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. ആത്മാവും അഥവാ ബോധവും പഞ്ചേന്ദ്രിയ സംബന്ധമായ ആശകളും ചേർന്നതാണ് മനസ്സ് എന്നതാണ് വേദാന്ത ശാസ്ത്രം. വേദാന്ത ശാസ്ത്രം എന്താണ്? ആത്മാവും പഞ്ചേന്ദ്രിയ സംബന്ധമായ ആശയാഭിലാഷങ്ങളും ചേർന്നതാണ് മനസ്സ്. ഇതാണ് വേദാന്ത മതം, വേദാന്ത ദർശനം. അതുകൊണ്ട് മനസ്സ് ന്യൂനം ആഗ്രഹം സമം ബ്രഹ്മം. മൈൻഡ് മൈനസ് ആസ്പിറേഷൻസ് ഈസ് ഈക്വൽ ടു പ്യുവർ സോൾ. പ്യുവർ സോൾ ഈസ് ഈക്വൽ ടു സൂപ്പർ സോൾ എന്നതാണ് വേദാന്ത ശാസ്ത്രം. മനസ്സ് ശുദ്ധമായാൽ ആത്മാവിൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ട് ബ്രഹ്മത്തിൽ വിലീനമാകും. അതുകൊണ്ടാണ് ശുദ്ധമായ ആത്മാവ് എന്ന് പറയാതെ ബ്രഹ്മം എന്ന് പറഞ്ഞത്. മനസ്സിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് മതത്തിൻ്റെയും മതദർശനങ്ങളുടെയും ആധാരം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നടത്തേണ്ട ഒരു പ്രക്രിയയാണ് മനസ്സിൻ്റെ ശുദ്ധീകരണം. മനസ്സിനെ ശുദ്ധീകരിക്കേണ്ട മതം ഇന്ന് മനസ്സിനെ മലിനമാക്കുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനമായി മാറി. മനസ്സിനെ ശുദ്ധീകരിക്കാൻ ആദിശങ്കരാചാര്യർ ആവിഷ്കരിച്ച താന്ത്രിക പൂജ ഇന്ന് ഏറ്റവും വലിയ ചൂഷണോപാധിയായി ആയിത്തീർന്നിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും സങ്കേതമായി മാറിക്കഴിഞ്ഞു. മനസ്സിൻ്റെ ശുദ്ധീകരണത്തിനുള്ള മനഃശാസ്ത്ര വിധികളായ ആണ് ക്ഷേത്രാചാരങ്ങൾ ഇന്ന് ഏറെ മലിനമാക്കിയത്. പൂജാരി ആരായിത്തീർന്നു? പൂജാരികൾ, തന്ത്രികളും കുറെ മന്ത്രികളും ചേർന്ന് ഈശ്വരവിശ്വാസികളെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന സങ്കേതമായി മാറി ക്ഷേത്രങ്ങൾ. നിരീശ്വരവാദികളുടെ യുക്തിരാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ സഹായിയും ഈ അന്ധവിശ്വാസം തന്നെയാണ്. നിയന്ത്രിക്കപ്പെടാത്ത ആശയും അഭിലാഷങ്ങളും ജീവിത ദുരിതങ്ങളും അജ്ഞതയും ചൂഷകരായ ഈശ്വരവാദികൾക്ക് തുണയായിത്തീർന്നു. വിശ്വാസത്തെയും ശാസ്ത്രബദ്ധം ആക്കേണ്ടവർ തന്നെ അവിടെ അന്ധവിശ്വാസ ജടിലമാക്കി അവയുടെ സങ്കേതങ്ങളാക്കി മാറ്റി. മഹാന്മാർ കാലദേശ അവസ്ഥാ വ്യത്യാസങ്ങൾക്കനുസരിച്ച് പറഞ്ഞ കാര്യങ്ങൾ കാലാതിവർത്തിയാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴാണ് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നത്. ഈ വൈരുദ്ധ്യങ്ങളിൽ ഊന്നി വഴക്കും വക്കാണവും ഉണ്ടാകുമ്പോൾ അത് കലാപത്തിന് വിത്തുപാകെ തന്നെ സമാധാന ദൂതന്മാരായി അവതരിച്ച് മുതലെടുപ്പ് നടത്തുന്നു. എന്താണ് ആധ്യാത്മികത? സ്പിരിച്വാലിറ്റി എന്താണ്?
ഈശ്വരവാദത്തിൽ നിന്ന് നിരീശ്വരവാദത്തേക്കുള്ള ദൂരത്തിനാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് എന്നാണ് എൻ്റെ മതം. അതുകൊണ്ട് അടുത്ത ലേഖനം എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് നമുക്ക് ചർച്ച ചെയ്യാം.